ഇവോൺ റിഡ്ലി, ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക പ്രവർത്തകരുടെ ആവേശം, സാമ്രാജ്യത്വ യുദ്ധവെറിയന്മാരുടെ പേടി സ്വപ്നം, യുദ്ധവിരുദ്ധ മനുഷ്യാവകാശ പ്രവർത്തകയും പ്രക്ഷോഭകാരിയും പത്രപ്രവർത്തകയും സർവോപരി ആഗോള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ അനൌദ്യോഗിക വക്താവുമായ സഹോദരി ഇവോൺ റിഡ്ലി 2008 മാർച്ച് 1 മുതൽ 4 വരെ കേരളത്തിൽ നമ്മോടൊപ്പം ചെലവഴിച്ചു. ആ ധന്യ നിമിഷങ്ങളുടെ ആഹ്ലാദകരമായ അനുഭവങ്ങളിലൂടെ പടിഞ്ഞാറ് നിന്നുള്ള ഈ കൊടുങ്കാറ്റ് നമുക്ക് അവഗണിക്കാൻ കഴിയില്ല തന്നെ. ബ്രിട്ടീഷ് പൗരയായ ഇവോൺ റിഡ്ലി അറിയപ്പെടുന്നത് ഇസ്ലാമിന് വേണ്ടി ആർജവത്തോടെ നിലപാടെടുക്കുകയും ആഗോള വേദികളിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ്. സെപ്റ്റംബർ 11 മുൻപ് വരെ BBC ടെലിവിഷൻ, റേഡിയോ, CNN, ITN, കാൾട്ടൺ TV എന്നീ ചാനലുകളിൽ പ്രവർത്തിച്ച സാധാരണ ജേർണലിസ്റ്റും ബ്രോഡ്കാസ്റ്ററും മാത്രമായിരുന്നു ഇവോൺ റിഡ്ലി. ടൈം മാഗസിന്റെ ലേഖികയായിരുന്നപ്പോൾ അഫ്ഗാനിലെ അമേരിക്കൻ അധിനിവേശം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കെ താലിബാൻ തടവറയിൽ അകപ്പെട്ട റിഡ്ലി തടങ്കലിന് ശേഷം ഇസ്ലാം ആശ്ലേഷിച്ച് ഇന്ന് ആഗോള ഇസ്ലാമിക വേദികളിലെ ശ്രദ്ധേയ വ്യക്തിത്വമായി നിറഞ്ഞു നിൽക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനത്തിന്റെയും യുദ്ധവിരുദ്ധ ആശയങ്ങളുടെയും പ്രചാരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിഡ്ലി ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ചെച്നിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം, ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധവും പത്രപ്രവർത്തനവും തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തിവരുന്നു. ഗ്വാണ്ടനാമോയിലും മറ്റ് ജയിലുകളിലും അനീതിക്കെതിരായി നരകയാതന അനുഭവിക്കുന്ന മനുഷ്യർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ചെയ്യുന്ന ഇംഗ്ലണ്ടിലെ വിവിധ സംഘടനകളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഇവോൺ റിഡ്ലി ഇപ്പോൾ ബ്രിട്ടനിലെ ഇസ്ലാമിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ചേർന്ന് നേതൃത്വം നൽകുന്ന യുദ്ധവിരുദ്ധ മനുഷ്യാവകാശ ജനകീയ പ്രസ്ഥാനമായ റെസ്പെക്ട് പാർട്ടിയുടെ ദേശീയ കൌൺസിൽ അംഗം കൂടിയാണ്. അൽ ജസീറ ചാനലിൽ പ്രവർത്തിച്ച ഇവർ ഇപ്പോൾ ഇറാനിയൻ ചാനലായ പ്രസ് ടിവിയുടെ ലണ്ടൻ കറസ്പോണ്ടന്റാണ്. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയായ ഫ്രണ്ട്സ് ഓഫ് ഇസ്ലാമിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് ഇവോൺ റിഡ്ലി. കൂടാതെ നാഷണൽ യൂണിയൻ ഓഫ് ജേർണലിസ്റ്റ്സ്, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റ്സ്, സൊസൈറ്റി ഓഫ് ഓതേഴ്സ് എന്നീ സംഘടനകളിലും അംഗമാണ് റിഡ്ലി. താലിബാൻ തടവറയിലെ അനുഭവങ്ങൾ അധികരിച്ചെഴുതിയ ഇൻ ദ ഹാൻഡ്സ് ഓഫ് താലിബാൻ ഹെർ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷകളിലെ ബെസ്റ്റ് സെല്ലറായിരുന്നു. 2008 മാർച്ച് 2 തിരുവനന്തപുരത്തും മാർച്ച് 3 കോഴിക്കോട്ടും സംഘടിപ്പിച്ച ഐതിഹാസിക സ്വീകരണ സമ്മേളനങ്ങൾ, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ സാംസ്കാരിക സംഗമങ്ങൾ, കോട്ടയ്ക്കലിലെ വനിതാ സമ്മേളനം, SIO സംസ്ഥാന ഓഫീസ്, ഹിറ സെന്റർ, മാധ്യമം ദിനപത്രം ഓഫീസ് എന്നിവിടങ്ങളിലെ സന്ദർശനങ്ങൾ, ഇവ ഉൾക്കൊള്ളുന്ന പ്രൗഢോജ്വല പരിപാടിയിലൂടെ ഒരു യാത്ര. ലോകപ്രശസ്ത പത്രപ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ സഹോദരി ഇവോൺ റിഡ്ലിക്ക് സ്വീകരണം നൽകുന്നതിനാണ് നമ്മളിവിടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ 2007 നവംബറിൽ SIO അതിന്റെ 25ാം വാർഷികം ആഘോഷിച്ചിരുന്നു. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതിന്റെ 25ാം വർഷത്തെ
ആഘോഷ പരിപാടികൾ, അതിന്റെ ഭാഗമായി നടത്തിയ ദേശീയ ജാഥ, അതിന്റെ ഉദ്ഘാടനം ഈ തിരുവനന്തപുരം പട്ടണത്തിലായിരുന്നു. അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സഹോദരി യുവോൺ റിഡ്ലി ഇവിടെ വരുമെന്നും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും SIO പ്രഖ്യാപിച്ചിരുന്നു. SIO കേരള ജനയ്ക്ക് നൽകിയ ആ വാഗ്ദാനം അന്ന് നടപ്പിലാക്കുവാൻ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. ആ ഒരു വാഗ്ദാനത്തിന്റെ പാലനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്വീകരണ സമ്മേളനത്തിലൂടെ നടക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ സഹോദരി യുവോൺ റിഡ്ലി നഗരത്തിലെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് SIO കേരള സോണിന്റെ പേരുള്ള എല്ലാ ആശംസകളും എല്ലാ സ്വാഗതവും ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ഭൗതിക പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളും യഥാർത്ഥത്തിൽ ലോകത്തിന് എന്ത് നൽകി എന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. ഇസ്ലാം എന്താണ് ലോകത്തിന് നൽകിയിട്ടുള്ളത്? കാഴ്ചപ്പാടിന്റെ കാര്യത്തിൽ, പ്രായോഗികമായ നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇസ്ലാമിനെ കുറിച്ചുള്ള വിവാദങ്ങൾ നടക്കുമ്പോൾ ആലോചിക്കുവാൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ചിന്താശീലരായ ആളുകളോട്, എഴുത്തുകാരോട്, പ്രഭാഷകന്മാരോട്, അതേപോലെ സാമൂഹിക പ്രവർത്തകരോട് എല്ലാം തന്നെ എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള മനുഷ്യ നന്മ എന്ന പോയിന്റിൽ നിന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ സുസ്ഥിതി, മനുഷ്യ ജീവിതത്തിന്റെ സുരക്ഷിതത്വം, ഈ ലോകത്തെ സുരക്ഷിതത്വവും ഭാവി ജീവിതത്തിലെ മോക്ഷവും നന്മയും എന്ന പോയിന്റിൽ നിന്നുകൊണ്ട് എന്താണ് ജീവിതത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, മനുഷ്യ ജീവിതത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് എന്ത് പറയാനുണ്ട്, എന്ത് നിർദ്ദേശങ്ങൾ നൽകാനുണ്ട്, പ്രായോഗികമായി എന്താണ് നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കൂടി ആലോചനാ വിധേയമാക്കുവാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഇസ്ലാമിനെ കുറിച്ചുള്ള വിവാദങ്ങൾ അന്ധമായ വിരോധങ്ങളിൽ നിന്ന് ആയിത്തീരരുത്. കൃത്യമായ വിശകലനങ്ങളിൽ നിന്നും ആലോചനാപൂർവമായ അഭിപ്രായ രൂപീകരണങ്ങളിൽ നിന്നുകൊണ്ടുമായിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാഴ്ചപ്പാടാണ് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ ലോകത്ത് മുഴുക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചപ്പാടാണ്, അഥവാ കേവലമായ ഭൗതികത, ദൈവ നിഷേധപരമായ സാമൂഹിക ജീവിതത്തിൽ നിന്ന് ദൈവത്തെയും ദൈവിക മാർഗനിർദ്ദേശങ്ങളെയും നിരാകരിച്ചുകൊണ്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളല്ല, ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള സാമൂഹിക കാഴ്ചപ്പാടുകളും ആ കാഴ്ചപ്പാടുകളുടെ അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ള സാമൂഹിക മാറ്റവുമാണ് മനുഷ്യന് ഗുണകരമായി തീരുക. അല്ല, അതേ മനുഷ്യന് ഗുണകരമായി തീരുകയുള്ളൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളിലായി ഈ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഒരു വസ്തുത തീർച്ചയായും ഊന്നിപ്പറയേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു ഇത് മതമൗലികവാദപരമായ സമീപനമാണ് എന്ന്. തീർച്ചയായും ഇതാണ് മതമൗലികവാദപരമായ സമീപനമെങ്കിൽ തീർച്ചയായും ലോകത്തിലെ മനുഷ്യർക്ക് ആവശ്യമുള്ള മൗലികവാദം ഇതുതന്നെയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. Welcome, happy, welcome, we welcome, happy, welcome, me welcome, happy, welcome, we welcome, happy, welcome, welcome, sister Yuan Redley, welcome, sister Yuan Redley, welcome, sister Yuan Redley, welcome, sister Yuan Redley, we welcome, happy, welcome, welcome, sister Yuan Redley, welcome, sister Yuan Redley, SIO welcomes you in the world of injustice at a time of tyranny, at a time of tyranny. Inqilab Zindabad, Inqilab Zindabad, SIO Zindabad, SIO Zindabad. Salutation, 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 salutation. Brothers, sisters, I was wondering where the sisters were. Great to see you. Brothers, sisters, Assalamu alaikum.
been 3 weeks since the Archbishop of Canterbury in Britain, the leader of the Protestants, dared to say that there could be some room for Sharia law in Britain. I don't think that he could have foreseen the anti-Muslim backlash which followed not just in Britain but around the world, driven by different groups of people with different agendas and motives against Islam, against you, against me. There are those who portray themselves as harmless, nice left-wingers, secular socialists who believe that it's fashionable these days to attack Muslims. And then there's another group who attack us constantly, and they are driven by the hatred that is racism. But perhaps the worst kind of enemy that we have are the political opportunists who use the politics of fascism to win popular votes and approval at our expense. They're not just in Britain, they're not just in Europe, they're across the world, they're in America, they're in Australia, they're in India. This is not the first time that the revolting decision to place the politics of religious identity at the centre of public debate has happened. Since Gordon Brown wants to ban Sheikh al-Qaradawi from coming to Britain because he promotes violence, does that mean that he's also going to ban the US President of the United States, a man who has created a situation where more than 1 million innocent Iraqis have died in an illegal war? 2 million Iraqi refugees inside the country. Another 2 million Iraqi refugees are in Jordan and Syria. Is he going to ban George Bush? Of course not. I was listening to George Bush on television the other day. I've got to stop doing this because every time he opens his mouth I become more radical in my views. But he refused to talk to the new president of Cuba, the new custodian of the heroic revolution in Cuba. He said that talking to Raul Castro would be as bad as talking to the tyrant Fidel Castro. His words, not mine. And then he said, I won't be seen talking to tyrants. I had to laugh. His hand is stained with the blood of those butchers that he shakes hands with regularly in Israel. He's very happy to be seen photographed with the Israeli leaders. He's very happy to be photographed with Mubarak in Egypt, who is preparing a coronation for his son. No democracy there. He's happy to be photographed with Pervez Musharraf. No democracy there so far that we've seen. Just lots of rigged elections in Pakistan. He's happy to be seen shaking hands with that dog Islam Karimov, the leader of Uzbekistan, whose idea of torture involves boiling Muslims alive in vats of water. We know, we've seen the photographs, we've seen the evidence. These
are the sort of people that George Bush likes to keep company with. And then, if that wasn't enough, the President of the United States complained about Cuba's human rights record. And his supporters said, yes, there are 58 political prisoners in Cuba. I thought, no, they're not. There's another 500 down the road wearing orange who've been shaved, shackled and abused, arrested, put on rendition flights, tortured, for nothing more than being Muslims. Of course, I'm talking about Guantanamo Bay. The enemies of Islam are circling and they want all Muslims. They want you and I to adopt an Islam which is servile to the imperialists. They want us to adopt a designer Islam, maybe Gucci or Versace Islam. An Islam that is devoid of Sharia, devoid of jihad and devoid of the caliphate. What have they got to fear from us Muslims? All we want to do is live peacefully, uphold family values which were once held so dear in Western countries before binge drinking, promiscuity and drug taking became so commonplace. There is no reason why we as Muslims cannot contribute positively to the economy in India, across the West, across the world in fact, without having to dilute our faith. No other community is asked to dilute its faith. So why single out Muslims for special treatment other than we are not regarded as equal in the eyes of others? We have to stand up and demand our rights as equal citizens, regardless of which country we live in. We should not be punished for our piety. We should not be ridiculed for our beliefs. But remember, you can only demand to be treated like an equal if you act like one. Critics of Islam are quick to mention the subjugation of women and freedom of speech, and they say that Islam is an oppressive religion. They would do well to remember that 1400 years ago the Quran established that women could gain separation from their husbands. English law realized this in 1857. I have been a feminist for as long as I can remember, and I have always stood up for women's rights. And it amuses me when people say Islam subjugates women. And one of the biggest problems that I had in November 2001 over the war in Afghanistan was when Mrs. Tony Blair and Mrs. George Bush gave simultaneous press conferences trying to justify why their husbands were going into Afghanistan, and they said they're going to liberate the Afghan women. If any women had been horribly used and exploited, it was Mrs. Bush and Mrs. Blair being bullied and cajoled by their husbands to go and tell lies on behalf of their husbands to the media. It was terrible. My journey to Islam began by reading the Holy Quran.
I was blown away by the contents of the Quran and the rights bestowed on women within the pages of the Quran. I did not embrace Islam to become a second-class citizen, as anyone who tries to treat me as a lesser being will discover. During the first 3 generations of Islam, the role of women were equal to that of men, and they continued to make an impact right up to the 10th century as scholars who taught men and women alike. As I said before, as a feminist, I was aghast at the rights bestowed upon Muslim women 1400 years ago. These are rights which have only come into the gift of Western women in the last century. Inheritance, home ownership, business and trading was inconceivable 100 years ago for our sisters in the West. They couldn't even vote. Solidarity. This solidarity, or this sort of solidarity, was never more evident when Afghan student Vida Samadzi was crowned Miss Afghanistan and later paraded around a beauty pageant in a swimming costume. I think it was a bikini. Organisers hailed her emergence as a victory for women's liberation in Afghanistan. A silly statement which received universal condemnation from feminists of all faith and no faith. In Britain, the secular and religious feminists have proved that they can work together in the anti-war movement, and this brand of sisterhood is nothing short of extraordinary. We Muslims in Britain love our largely atheist sisters, and while the solidarity and respect is mutual, we don't want to become secular, and they have shown no inclination to embrace Islam, but we can work together, and we do it in the anti-war movement. I mentioned before the situation of Miss Afghanistan and how a half-naked woman parading around a beauty pageant was hailed as a major breakthrough for women's liberation in Afghanistan. It makes me so sad when I look at the double standards across the world today. If I addressed a rally in the West and told them about a group of women who charged into a brothel and kidnapped the brothel keeper as part of their ongoing protest about prostitution and the exploitation of women, they would be hailed as heroines of great women fighting against the exploitation of women. But as soon as you mention that these women are Muslim sisters, that they wear a veil, that they study in a madrasa, the whole mood changes. And you pick up the newspapers and you read about the Talibanization in Islamabad. And this is what happened to the Lal Masjid sisters in Islamabad in Pakistan. I salute each and every one of those sisters, because what they were doing was defending their piety and their faith. I've talked a lot about equality, and other people have said to me, what was it that moved you so much in Islam? And I said to them, there is a sense of justice running through every single page of the Quran. It's very easy to be forgiving, it's very easy to be nice to people, to love your neighbour. But it's not that easy to deliver justice in equal measure to your enemy as well as to your friends. And that is what Islam demands of us. And it is this sense of justice, this sense of solidarity,
that really impresses me about Islam. Also asked me, why are they so afraid of Islam? And if you consider it, less than 100 years ago, America, the greatest superpower in the world, tried to stop its people from drinking alcohol. They closed down the nightclubs, they closed down the bars, they banned alcohol. And what happened? It was called the Prohibition years. People started making their own alcohol illegally. People started going to secret drinking clubs and drinking illegally. And the greatest superpower in the world, with all its wealth and all its influence, could not stop its people from drinking alcohol. Then the likes of George Bush, look at us. We don't drink alcohol. There are no law enforcement agencies telling us. There is no one putting a gun to us saying do not drink alcohol. There is no one threatening us with court action. We do not drink alcohol because it is haram in our faith, and we love and respect our faith, and we fear Allah. And that is what George Bush is terrified of. As Muslims, we are living in very difficult times. As a journalist, I have walked through the killing fields of Iraq, Afghanistan, Palestine. I've written about the rivers of blood running through places like Chechnya. I have seen Muslims being ethnically cleansed from the north of Sri Lanka. I have been to Lebanon during the war when Hezbollah taught the Zionist army, the fourth largest army in the world, a lesson it will never forget. And I can tell you something now, Muslim blood is very, very cheap. It is not worth anything as far as the West is concerned. Oil is worth a lot more than Muslim blood. Now, when I set off as a Muslim, I was told that I belonged to a great family, and that if one of us was in pain, we all felt that pain. We should be writhing round in agony now because of what is happening to our brothers and sisters in Iraq, Afghanistan, in Gaza, right across the world. The injustices are there, they are clear to see. We are not threatening anybody, and yet our lands are being invaded. Our brothers and sisters are being abused, are being tortured, are being shot, are being killed. The 9 Palestinian children who were slaughtered yesterday by the Israeli army, they should be like our children. We should feel the pain as though it is our child that is lying there riddled with Zionist bullets. And now the drums to war are banging ever louder, and this time in the direction of Iran. And who is coming to Iran's aid? What about the Arab leaders? Those belly-dancing US puppets who delivered Iraq on a plate, who looked the other way when Lebanon was bombed, who looked the other way when Palestine is attacked. Have they said anything? Not a word. Who is standing
standing shoulder to shoulder with the president of Iran, the leader of Venezuela, Hugo Chavez. Chavez says an attack on Iran will be like an attack on Venezuela. And if George Bush starts another imperialistic war, it will be an Armageddon, because Chavez has said that he will support the leader of Iran. That is solidarity. The Muslim leaders across the world should hang their heads in shame that we're having to go to South America for a heroic revolutionary leader to come to the aid of our brothers and sisters in Iran. On that note, I would like to say things might get tough, they might get tougher. The rivers of blood of our brothers and sisters might turn into oceans. What we cannot do is sit back and do nothing. It is no longer an option. We have to rise up, we have to campaign, we have to demonstrate, we have to get politically active. And all I would say to our enemies out there is, we don't fear you, we don't fear anyone but Allah. Thank you. നന്മയാണ് നമ്മുടെ താല്പര്യമെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്ത്രീകളെ ഉയർത്തി വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. കാരണം ഇന്ന് നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് നമ്മൾ ഒരുപാട് ധാർമ്മികമായ പിന്തുണകൾ നൽകുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് സാംസ്കാരികമായി നമ്മുടെ സമൂഹം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ, ഈ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായും സ്ത്രീകൾക്ക് കരുത്ത് പകർന്നു കൊടുക്കേണ്ടത്, ധാർമ്മികമായ കരുത്ത് നേടിക്കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി രംഗത്ത് വരണം. അതിനുവേണ്ടി നമ്മളുടെ ഈ സമൂഹത്തിന്റെ പുരോഗതിയിൽ താല്പര്യമുള്ള നന്മേച്ഛുക്കളായ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പടിഞ്ഞാറിൽ നിന്ന് ശക്തമായ ഒരു കാറ്റാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ അടിച്ചുവീശിയത്. സാമ്രാജ്യത്വത്തിനെതിരിലുള്ള, സാമ്രാജ്യത്വത്തിന്റെ തട്ടകത്തിൽ നിന്ന് തന്നെയുള്ള ശക്തമായ കാറ്റാണ്. വരാനിരിക്കുന്ന മുതലാളിത്വ സാമ്രാജ്യത്വത്തിനെതിരിലുള്ള ഒരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായുള്ള കൊച്ചു ഇളങ്കാറ്റുകളാണ് നമുക്ക് മുമ്പിൽ അടിച്ചുവീശിയത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് സാമ്രാജ്യത്വത്തിന്റെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ തന്നെ കരുത്തുറ്റ ചെറുത്തുനിൽപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടിലാണ് നാം നിലകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു നൂറ്റാണ്ടിൽ നമുക്ക് കൗതുകമുണർത്തുന്ന, ആവേശമുണർത്തുന്ന, പോരാളികൾക്ക് അവരുടെ പോരാട്ടത്തിന്റെ പാതയിൽ മുന്നേറ്റത്തിന് പ്രചോദനമേകുന്ന നിരവധി സംഭവങ്ങളിൽ എടുത്തു പറയേണ്ടുന്ന ഒരു സംഭവമാണ് സിസ്റ്റർ ഇവോൺ റിട്ലിയുടെ വിപ്ലവകരമായ, ആവേശകരമായ കടന്നുവരവും അതുപോലെ തന്നെ സഹകരിക്കാവുന്ന മുഴുവൻ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള സാമ്രാജ്യത്വത്തിനും യുദ്ധത്തിനുമെതിരെയുള്ള മനുഷ്യാവകാശ രംഗത്തുള്ള സംഭാവനകളുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാത്രമല്ല, നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം, ഇസ്ലാം സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നും ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇസ്ലാം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നുവെന്നും ഇസ്ലാം 6-ാം നൂറ്റാണ്ടിന്റെ യാഥാസ്ഥിക തത്വശാസ്ത്രമാണ് എന്നും ഇസ്ലാമിന് 21-ാം നൂറ്റാണ്ടിൽ ഒന്നും നൽകാനില്ല എന്നും പാശ്ചാത്യ നാടുകളിൽ നിന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയും അത് ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് പുലമ്പിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഓറിയന്റലിസ്റ്റുകൾക്ക് ശക്തമായ മറുപടിയാണ് ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യവും ഇസ്ലാം സ്ത്രീക്ക് അവസരവും നൽകുന്നു എന്നതിന്റെ ജീവിക്കുന്ന പ്രതീകമാണ് പാശ്ചാത്യൻ തട്ടകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇവോൺ റിട്ലിമാരുടെ കടന്നുവരവ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറയുന്നു, ഇത് ചരിത്രത്തിന്റെ ചെങ്കിസ് ഖാൻ യുഗം ആവർത്തിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ താർത്താരികളെ ചവിട്ടിമതിച്ച് കടന്നു
വന്ന ചെങ്കീസ് ഖാൻമാരിൽ നിന്ന് ഇസ്ലാമിന്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ടുണ്ട് എങ്കിൽ പടിഞ്ഞാറൻ സാമ്രാജ്യത്വത്തിന്റെ ക്രൂരമായ അധിനിവേശത്തിന് വിധേയമാകുന്ന മർദ്ദിത ജനകോടികൾക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ പടിഞ്ഞാറൻ നാടുകളിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് പോരാളികൾക്ക് ആവേശം നൽകുന്ന അനുഭവമാണ്, ഇത് സമരാവേശം നൽകുന്ന പ്രചോദനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഇപ്പോഴും ആഗോളതലത്തിൽ പോരാട്ടം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിന്റെ രണഭൂമിയിൽ നിന്ന്, അഫ്ഗാനിസ്ഥാന്റെ രണഭൂമിയിൽ നിന്ന്, ഫലസ്തീനിന്റെ രണഭൂമിയിൽ നിന്ന് രക്തസാക്ഷികളുടെ ആവേശപൂർവ്വമുള്ള പോരാട്ടത്തിന്റെ ചിത്രമാണ് നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ, ഒരിക്കലും ആദർശത്തിന്റെ പാതയിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന വ്യക്തി മരിച്ചവനല്ല, ജീവിച്ചിരിക്കുന്നവനാണ്. ഞാൻ പറയുന്നു, അബൂദുർറ ഇന്നും ആധുനിക സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ്. ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഇന്നും ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. അബ്ദുൽ അസീസ് റംദീസി ഇന്നും ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ആയിരക്കണക്കിന് യാസീന്മാരെ ജന്മം നൽകിക്കൊണ്ടാണ് രക്തസാക്ഷികൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് എങ്കിൽ വരാനിരിക്കുന്ന ലോകത്ത് അവർ കൊടുക്കുന്ന വില രക്തസാക്ഷിത്വത്തിന്റെ വിലയാണ് എങ്കിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്നത് പരലോകത്ത് സ്വർഗവും ഇഹലോകത്ത് സ്വതന്ത്ര പലസ്തീനുമാണ് എന്ന കാര്യം യാതൊരു അഭിപ്രായ വ്യത്യാസവുമുള്ള വിഷയമല്ല. നമ്മുടെ പോരാട്ടങ്ങൾക്ക്, മനുഷ്യാവകാശ പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവേശം നൽകിക്കൊണ്ട് അവർ നടത്തിയ പ്രഭാഷണം യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. സിസ്റ്റർ ഇവോൺ റിഡ്ലി കേരളത്തിൽ വരുമെന്നും കേരളത്തിലെ ജനങ്ങളോട് സംസാരിക്കുമെന്നുമുള്ള SIOവിന്റെ വാഗ്ദാനം ഇവിടെ പാലിക്കപ്പെട്ടതിലുള്ള സന്തോഷം ഒന്നാമതായി നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ സന്ദർഭത്തിൽ SIOവിന്റെ കേരളത്തിലെ ഒരു പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് എങ്ങുമുള്ള ഇസ്ലാമിക പ്രസ്ഥാന നായകരെയും ഇസ്ലാമിക വ്യക്തിത്വങ്ങളെയും ബുദ്ധിജീവികളെയും കേരളത്തിൽ കൊണ്ടുവരികയും അവരുടെ ആശയങ്ങൾ കേരളത്തിലെ ജനങ്ങളുമായി പങ്കുവെക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളത് SIOവിന്റെ വലിയൊരു പാരമ്പര്യമാണ്. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും വലിയ ദാർശനികനുമായ, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാമിക ചിന്തകനുമായി മാറിയ റോഷർ ഗെരോത്ത് എന്ന റജാ ഗെരോഡിയെ 1953 തന്നെ SIO കേരളത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതേപോലെ ബ്രിട്ടനിൽ നിന്ന് തന്നെയുള്ള ഇവോൺ റിഡ്ലിയുടെ അതേ നഗരത്തിൽ നിന്നുള്ള, ലണ്ടനിൽ നിന്നുള്ള പ്രശസ്ത പോപ്പ് സംഗീതജ്ഞൻ കാൾ സ്റ്റീവൻസ് എന്ന യൂസുഫുൽ ഇസ്ലാമിനെ SIO കേരളത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ജർമ്മനിയിൽ നിന്നുള്ള പ്രശസ്ത ചിന്തകൻ മുറാദ് ഹോഫ്മാൻ, അതേപോലെ എറിക് അലക്സാണ്ടർ വിങ്കിൾ തുടങ്ങി ലോകപ്രശസ്തരായ ഇസ്ലാമിക ചിന്തകരെയും ദാർശനികരെയും ആക്ടിവിസ്റ്റുകളെയും കേരളത്തിലേക്ക് കൊണ്ടുവരാനും അവരുടെ ചിന്തകളുമായി, ആശയങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി കേരള സമൂഹത്തെ അടുപ്പിക്കുവാനും SIO ശ്രമിക്കുകയുണ്ടായി. ഇപ്പോൾ സഹോദരി ഇവോൺ റിഡ്ലി ഇവിടെ വരുന്ന ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായ, നേരത്തെ സംസാരിച്ച മുജീബ് സാഹിബ് സൂചിപ്പിച്ച പ്രസക്തമായ ഒരു അന്തരീക്ഷം ഇവിടെ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് മാത്രം 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുതുതായി 1-2 ആഴ്ചകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്കെതിരായ, വിദ്യാസമ്പന്നർക്കെതിരായ, വിദ്യാർത്ഥികൾക്കെതിരായ ഗൂഢമായ കുപ്രചരണങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരു കാര്യം, വളരെ വളരെ അവസർപ്പക സ്വഭാവത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട്, കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിം പ്രൊഫഷണലുകളെ, IT പ്രൊഫഷണലുകളെ, വിദ്യാർത്ഥികളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവരെ ഭീകരവാദികളാക്കുന്ന തന്ത്രമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പബ്ലിക് റിലേഷൻ ഓഫീസുകൾ കോട്ടയത്തും RSSന്റെ മീഡിയ സെൽ നാഗ്പൂരിൽ നിന്ന് കോഴിക്കോട്ടെ KP കേശവൻ റോഡിലേക്കും മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അമേരിക്കൻ എംബസിയിലെ കമ്മ്യൂണിക്കേക്ക് പകരം RSSന്റെ സർക്കുലറിന് പകരം നിങ്ങൾ മനോരമയും മാതൃഭൂമിയും വായിച്ചാൽ മതി എന്ന അവസ്ഥ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഡെൻമാർക്കിലെ പ്രവാചകൻ അപഹസിച്ച കാർട്ടൂണുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവോൺ റിഡ്ലി ഒരു കാര്യം സൂചിപ്പിച്ചു. മുസ്ലിം സമൂഹം ഐക്യത്തോടെ നിലനിന്നപ്പോ
ഡെൻമാർക്കിനെതിരായ ബഹിഷ്കരണാഹ്വാനം മുഴക്കിയപ്പോ ഒരാഴ്ച കൊണ്ട് ഡെൻമാർക്ക് എക്കണോമിയെ, ഡെൻമാർക്കിന്റെ സാമ്പത്തിക നിലയെ വിറപ്പിക്കുവാൻ മുസ്ലിം സമൂഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ വന്നുകൂടിയ ഓരോ ആളും ഓരോ മുസ്ലിം ഗൃഹങ്ങളിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഈ സന്ദേശം എത്തിക്കണം. വിഷം വമിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ സംശയം പടർത്തുന്ന, ചെറുപ്പക്കാരെ ഭീകരവാദികളാക്കി വേട്ടയാടുന്ന ഈ വിഷപത്രികകൾ ഇനിമേൽ എന്റെ പടി കടന്നെത്തുകയില്ല എന്ന് തീരുമാനിക്കുവാനുള്ള ആർജവം ഈ മനുഷ്യാവകാശങ്ങളിൽ താല്പര്യമുള്ള ഓരോ ആണും പെണ്ണും കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്. കള്ളക്കഥകൾ പടച്ചുണ്ടാക്കുകയാണ്. ചുമ്മാ അടുത്ത ദിവസം ഒരു പത്രത്തിൽ വായിച്ചു, ഒരു ചെറുപ്പക്കാരനെ, ഒരു IT പ്രൊഫഷണലിനെ ബാംഗ്ലൂരിൽ നിന്ന് ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസിനേക്കാൾ വലിയ വില്ലന്മാരായി ഈ RSSന്റെ കുറുവടിയേക്കാൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും വേലകൾ മാറുന്ന ഈ സന്ദർഭത്തിൽ ഒരു വാർത്ത, യഹിയ കൊണ്ടയാട്ട് ലോഡ്ജിൽ താമസിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്ത പത്രത്തിന് 1-ാം പേജിൽ കൊടുക്കുകയാണ്. ഇത് വായിക്കുന്ന ഒരാൾ തോന്നും കൊണ്ടയാട്ട് ലോഡ്ജിൽ താമസിക്കുക എന്ന് പറയുന്നത് എന്തോ അപരാധമാണെന്ന്. പിന്നെ പറയും ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയതിന് ധാരാളം രേഖകളുണ്ടത്രേ. എന്താണ് ഇവർ പാകിസ്ഥാനിലേക്ക് പോയതിന് ധാരാളം രേഖകളുണ്ടെന്ന്? രേഖകളില്ലാതെ പാകിസ്ഥാനിലേക്ക് പോയാൽ അതല്ലേ കുറ്റം? രേഖകളുമായി പാകിസ്ഥാൻ എന്ത് വിഡിത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും പാകിസ്ഥാനിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. ന്യൂഡൽഹി ബസ് ടെർമിനലിൽ നിന്ന് ലാഹോറിലേക്ക് ബസ് സർവീസ് ഉണ്ട്. രേഖകളുണ്ടെങ്കിൽ ആർക്കും അവിടേക്ക് യാത്ര ചെയ്യാം. ദിവസവും നൂറുകണക്കിന് ആളുകൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം പ്രൊഫഷണലിന്റെ, IT പ്രൊഫഷണലിന്റെ വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരന്റെ ചിത്രം കൊടുത്തിട്ട് അടിയിൽ എഴുതി വെക്കുകയാണ് ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയതിന് രേഖകളുണ്ടത്രേ. ഈ ട്രേഡലിസത്തിന്റെ ഈ വിഷപ്പുക ഇത് പിടിച്ചു കെട്ടുവാനുള്ള, ഇത് അവസാനിപ്പിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. നിങ്ങൾ മനസ്സിലാക്കും, ഞാൻ പറയുന്നു, ഇവോൺ റില്ലി ഈ അനുഭവങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിത്വമാണ്. അവരെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവരുടെ പ്രസ്താവനകളെ കുറിച്ച്, അവരുടെ ലേഖനങ്ങളെ കുറിച്ച്, അവരുടെ ഇസ്ലാമിലേക്കുള്ള വരവിനെ കുറിച്ചെല്ലാം ഈ സ്വഭാവത്തിലുള്ള കള്ളക്കഥകൾ, വിഷക്കഥകൾ മെലിഞ്ഞ് ആഗോള മീഡിയ രംഗത്ത് വരികയുണ്ടായി. അതിനതിജീവിച്ചുകൊണ്ടാണ് ഇന്നവർ നമ്മോട് സംസാരിച്ചത്. അവർ മാത്രമല്ല, ലോക സാമ്രാജ്യത്വത്തിന്റെ മദീനയാണ് ബ്രിട്ടനെങ്കിൽ ആ മദീനയിൽ നിന്നാണ് ഇവോൺ റില്ലി ഇവിടെ വന്നിരിക്കുന്നത്. ലോക സാമ്രാജ്യത്വത്തിന്റെ മക്കയായ അമേരിക്ക, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവോൺ റില്ലിയെ പോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഇംഗ്രിഡ് മാക്സൺ എന്ന സഹോദരിയാണ്. നേരത്തെ മുജീബ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല, അവർ വിവരം കെട്ടവരാണ്, അവരുടെ സ്ത്രീകൾക്ക് പ്രസവിക്കാനും ആണുങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനേ അറിയുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അപഹസിക്കുന്ന മതേതരവാദികളും പാശ്ചാത്യരും അവരുടെ സിദ്ധാന്തങ്ങൾ ഇവിടെ വിളമ്പുന്ന നമ്മുടെ ലോക്കൽ പത്രക്കാരുമെല്ലാം ഇംഗ്രിഡ് മാക്സനെയും ഇവോൺ റില്ലിയെയും കണ്ട് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, പുതിയൊരു പ്രഭാതത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളാണ് ഇംഗ്രിഡ് മാക്സനും ഇവോൺ റില്ലിയും നമ്മോട് പങ്കുവെക്കുന്നത്. ഈ സ്വപ്നം നെഞ്ചിലേറ്റി, ഈ സ്വപ്നം ഹൃദയത്തിലേറ്റി ശക്തമായ മുന്നോട്ട് പോക്കിനുള്ള, ശക്തമായ മുന്നേറ്റത്തിനുള്ള ചുവടുകൾ നാം വെക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനിലെ സോഷ്യലിസ്റ്റുകളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും കൂട്ടായ്മയായ റെസ്പെക്ട് പാർട്ടിയുടെ ദേശീയ സമിതി അംഗം കൂടിയാണ് ഇവോൺ റില്ലി. അവരുടെ അസാന്നിധ്യത്തിൽ തന്നെ SIO കേരള സോണിന്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബാണ്. അദ്ദേഹത്തിന് SIOയുടെ പേരിൽ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ SIO സംസ്ഥാന പ്രസിഡന്റ് C. ദാവൂദ് സാഹിബാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ നവംബറിൽ SIO അതിന്റെ രൂപീകരണത്തിന്റെ 25-ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി.
അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട 3 ദേശീയ ജാഥകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദം നൽകിയ, വലിയ ആവേശം നൽകിയ മഹാസംഭവമായിരുന്നു. ഇന്ത്യയിൽ അങ്ങോളമുള്ള ഡൽഹി യൂണിവേഴ്സിറ്റി ആകട്ടെ, JNU ആകട്ടെ, പട്യാല യൂണിവേഴ്സിറ്റി ആകട്ടെ, കൽക്കത്ത യൂണിവേഴ്സിറ്റി ആകട്ടെ, ലോകപ്രശസ്തമായ അഹമ്മദാബാദിലെ IIM ആകട്ടെ എന്നുവേണ്ട 1920കളിൽ സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം ഇന്നുവരെ ഒരു മുസ്ലിം സംഘടനയുടെയും പരിപാടി നടന്നിട്ടില്ലാത്ത പ്രശസ്തമായ ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വരെ ആ ദേശീയ ജാഥ കടന്നു ചെല്ലുകയും വമ്പിച്ച വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടിയുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലും ഈ സ്വഭാവത്തിലുള്ള എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഇന്റലിജൻസും എല്ലാം കൂടി ഈ കുപ്രചരണങ്ങൾ, ഇവിടെയുള്ള മറ്റ് ഇടത് മതേതര വിദ്യാർത്ഥി സംഘടനകൾ വമ്പിച്ച കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ 50ഉം 60ഉം മാത്രം മുസ്ലിം കുട്ടികളുള്ള ക്യാമ്പസുകളിൽ വരെ SIOവിന്റെ സ്ഥാനാർത്ഥികൾ 300ഉം 400ഉം വോട്ടുകൾ നേടി യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ വമ്പിച്ച മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അഹങ്കരിക്കുവാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, മറിച്ച് ആത്മവിശ്വാസത്തോടെ, തന്റെ ഇടത്തോടെ, ആർജവത്തോടെ, അഭിമാനത്തോടെ ഈ ലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടി നമ്മളുടെ മേൽ നമുക്ക് ബാധ്യതപ്പെട്ട ഒരു ദർശനത്തിന്റെ, ഒരു വിശ്വാസത്തിന്റെ, ഒരു ആശയത്തിന്റെ പിൻബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ആഹ്ലാദകരമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും എന്ന സന്ദേശം നൽകുവാൻ വേണ്ടി മാത്രമാണ്. ഈ മുന്നോട്ട് പോക്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും, മുഴുവൻ സുഹൃത്തുക്കളുടെയും ആശീർവാദങ്ങൾ, പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. 51-കാരിയായ ഒരു സ്ത്രീ ലോകത്താകമാനം പാഞ്ഞു നടന്ന് അവർ പോകാത്ത എവിടെയെല്ലാം സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം പാഞ്ഞെത്തുന്ന ലബനാനിലെ, ഫലസ്തീനിലെ, ഇറാഖിലെ, കസാവയിലെ, ചെച്നിയയിലെ, ശ്രീലങ്കയിലെ, ഫിലിപ്പീൻസിലെ, അങ്ങനെ എന്ന് വേണ്ട ലോകത്ത് മനുഷ്യർ എവിടെയെല്ലാം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, അവർക്ക് അഭിമാനം പിച്ചു ചീന്തപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം ഒരു പ്രക്ഷോഭകാരിയായി, പ്രക്ഷോഭത്തിന്റെ മഹാകൊടുങ്കാറ്റായി എല്ലാവിധ വിലക്കുകളെയും വിലങ്ങുകളെയും നിയമപരമായ തടസ്സങ്ങളെയും പോലീസ് ഭീഷണികളെയും മറികടന്നുകൊണ്ട് കടന്നു ചെന്ന് ലോകത്തെ മർദ്ദിത ജനകോടികൾക്ക് ആവേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീ നമുക്ക് മാതൃകയാണ് എന്നാണ് ഞാൻ പറയുന്നത്. റിസ്ക് എടുക്കുവാൻ, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ, അല്പം മണ്ണ് പുരളുവാനുള്ള സന്നദ്ധത നമ്മളും കാണിക്കേണ്ടി വരും എന്ന ആഹ്വാനമാണ്, എന്ന സന്ദേശമാണ് സഹോദരി ഇവോൺ റിഡ്ലി അവരുടെ ജീവിതം നമുക്ക് നൽകുന്നത്. SIO is proud to salute you. One-time daring lady who forayed into the land of our best, expecting the worst but getting the best, the shade of Islam, a pride of place on the days of great minds of Islam.